അപ്പോൾ ഇന്ന് ഞാൻ എവിടെയാണെന്നറിയോ, കേരളം മുഴുവനായിട്ട് ഫ്രാഞ്ചൈസികളും ഔട്ട്ലെറ്റുകളൊക്കെ ഉള്ള വലിയൊരു കമ്പനീൻ്റെ മുന്നിലാണ് ഫെർടെക് ഇൻഡസ്ട്രിയൽ പാർക്ക്. അപ്പോൾ ഇത് വാളാഞ്ചേരി എടയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. സ്റ്റീലിൻ്റെ വിൻഡോ ഡോറൊക്കെ ഉണ്ടാക്കുന്ന വലിയൊരു ഫാക്ടറി ആയിട്ടത്. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല വലിയൊരു ഫാക്ടറിയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റീലിൻ്റെ വിൻഡോനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത്, ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഇതിൻ്റെ നിർമ്മാണ രീതി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഫെർടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മറ്റു കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫെർടെക്കിന് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? നമ്മൾ ടാറ്റൻ്റെ GI ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും GI ഷീറ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് മാത്രമേ പർച്ചേസ് ചെയ്യാറുള്ളൂ. പിന്നെ അതിൻ്റെ A to Z വർക്കുകൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ വെൽഡിങ് പരമാവധി കുറച്ച് ലോക്കിംഗ് സിസ്റ്റത്തിലാണ് ചെയ്യുന്നത്. കസ്റ്റമർക്ക് ഇവിടെ നേരിട്ട് വന്ന് ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാനുള്ള സൗകര്യം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലൊരു ലേസർ പ്രിന്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ലേസർ ടോർച്ച് അടിച്ചാൽ അത് കാണാൻ പറ്റും. അത് കാണാൻ പറ്റും. ഒറിജിനൽ ടാറ്റന്റെ ഷീറ്റ് തന്നെയാണെന്നുള്ളത് അല്ലേ? അതെ. അപ്പോൾ ഇവിടെ വരുന്ന ഈ ഒരു ഷീറ്റാണ് നമ്മുടെ ജനലും വാതിലൊക്കെ ആയി മാറുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ ലേസർ കട്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ട രീതിയിൽ ഷീറ്റിലേക്ക് ആ ഒരു ഡ്രോയിങ് അവർ കൺവേർട്ട് ചെയ്തിട്ട് അത് ഈ ഒരു മെഷീനിലേക്ക് പ്രോഗ്രാം ചെയ്യൂലേ? ഈ ഒരു മെഷീനിൽ പ്രോഗ്രാം ചെയ്താൽ ഈ ഒരു മെഷീൻ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ചെയ്ത് വരും. കറക്റ്റ് നമ്മൾ ഏതൊക്കെ ഡിസൈനിലാണ് വേണ്ടതെന്നുള്ളത് ഇവിടെ വെച്ചിട്ടാണ് ഇത് കട്ടാവുന്നത്. അപ്പോൾ ലേസർ കട്ടിംഗ് ആയതുകൊണ്ട് തന്നെ കട്ടിങ്ങിന്റെ ആക്യുറസി കറക്റ്റ് ആയിരിക്കും. നമ്മൾ CNC ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഓൾറെഡി നമ്മൾ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി എത്ര ഡിഗ്രിയിൽ എത്ര മെഷർമെന്റിലാണ് നമുക്കിത് ഫോൾഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈലായിട്ട് കിട്ടും. നമ്മളിത് ഒരുപാട് മെഷീൻ ഉണ്ടല്ലോ പ്രൊഫൈൽ ഈ ഫോൾഡ് ചെയ്യുന്ന ഒരുപാട് മെഷീൻ, പല ഓരോ ടൈപ്പ് ഓഫ് ഫോൾഡിങ് നമ്മൾ ഓരോ മെഷീനിലാണ് എടുക്കുന്നത്. കട്ട് ചെയ്ത് പ്രൊഫൈല് നമ്മൾ ജോയിൻ ചെയ്യും. എന്നിട്ട് നമ്മൾ ഒരു 25% മാത്രമേ വെൽഡിങ് ചെയ്യുന്നുള്ളൂ. ബാക്കി 75% ലോക്കിംഗ് ആണ്. ലോക്കിംഗ് സിസ്റ്റം ആണ്. അടുത്ത് നമ്മൾ പാനലിന്റെ സെക്ഷൻ ആണ്. ഇവിടെ നമ്മൾ ഓരോ പൊളിയും മേക്ക് ചെയ്യുന്നത് അതാത് ഫ്രെയിമിന്റെ കറക്റ്റ് ഗ്യാപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ആയിരിക്കും അല്ലേ? അതെ. അപ്പൊ ഇഞ്ചസ് നമ്മൾ 2 ടൈപ്പ് വരുന്നുണ്ട്. നമ്മൾ ഫുൾ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ പിൻ ഇഞ്ചസ് ആണ് ചെയ്യുന്നത്. അത് നമ്മൾ മിഗ് വെൽഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. മിഗ് വെൽഡിംഗ് ആകുമ്പോൾ ഒന്നുകൂടി സ്ട്രോങ് ആണ്, പിന്നെ ഫിനിഷിങ്ങും കൂടുതലാണ് ആർക്ക് വെൽഡിങ്ങിനെ അപേക്ഷിച്ച്. പിന്നീട് നമുക്ക് വുഡിന്റെ പാനൽ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ബട്ടർഫ്ലൈ ഇഞ്ചസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രൈമർ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഹാർഡനർ മിക്സ് ചെയ്തിട്ടുള്ള എസ്ഡിന്റെ സൂപ്പർ എപ്പോക്സി ആണ്. ഇതിന്റെ ആക്സറീസിനൊക്കെ നമ്മൾ ലൈഫ് ടൈം സർവീസ് വാറന്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്വപ്ന ഭവനം പൂർത്തിയാക്കുമ്പോഴേ വാതിലും ജനലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റീൽ ഡോറുകളും നമുക്ക് വീടിന് വെക്കാൻ പറ്റും. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഫെർടെക്കിൽ വന്നാൽ അതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ അതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കണ്ട് അതിന്റെ ഗുണനിലവാരം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ കേരളം മൊത്തം ഫ്രീ ഡെലിവറിയും നമ്മളെ അതർ സ്റ്റേറ്റിലും നമുക്കത് ഡെലിവറി ചെയ്യുന്നുണ്ട്.